ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. ബഹുമാനപ്പെട്ട തങ്ങളെ സമത്വ മുഷാവറ ചുമതലപ്പെടുത്തി. ആലിക്കുട്ടി ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമത്വയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങളും ചേർന്നുകൊണ്ട് പാണക്കാട്ട് തങ്ങളെ ചുമതലപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തി. ഇനി തുടർ നടപടികൾ തങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആ തങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വാട്സപ്പിലും ചർച്ചയിലും മറ്റുമായി അത് തങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ചർച്ചകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് വിശദീകരിക്കുന്നത് ആലിമീങ്ങളുടെ സാന്നിധ്യത്തിലാണ്. നമ്മുടെ ഉലമാക്കൾ നമുക്ക് ഇതിന്റെ വിശകലനം നൽകുകയാണ്. ഇത് ആധികാരിക വിശദീകരണമാണ്. കാരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമോന്നത നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. ഒരു അസൗകര്യം കൂടെ ആലിക്കുട്ടി ഉസ്താദ് പുറത്താണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സഹിച്ച ത്യാഗം, അവർ കാണിച്ച സാവകാശം, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച ചുമതല. ആ ചുമതല ഞാൻ നിർവഹിച്ചിരിക്കുന്ന. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ മുമ്പിലുള്ളപ്പോ ആ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നത് ഒരിക്കലും നമ്മുടെ ആലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമല്ലല്ലോ. ഓരോ മുഷാവറയും വളരെയധികം അവധാനതയോടെ ചർച്ച ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് 2022 ഏപ്രിൽ 4 CACക്ക് 7/4/2022 കൊടുത്ത കത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനാ ഭേദഗതി ദുർബലപ്പെടുത്തി നിലവിലുള്ളത് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സമസ്തക്ക് CACയുമായി ബന്ധമുണ്ടാവുകയുള്ളൂ എന്ന കാര്യം അറിയിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും സമത്വ ഒറ്റയടിക്ക് CACയുമായി ബന്ധം മുറിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് സമത്വ കൊടുത്ത കത്തിന് അനുകൂലമായി ഭരണഘടനയിൽ ഭേദം വരുത്തുകയും അതുപോലെ തന്നെ സമത്വം നിർദ്ദേശിച്ച പെൺകുട്ടികളുടെ വിവാഹ കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ സമത്വയുടെ തീരുമാനം നടപ്പാക്കുകയും ചെയ്യുക. സമത്വയുടേതാണ് എന്നാണല്ലോ പറയുന്നത്, സമത്വയുടേതാണ് എന്നാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സമത്വയുടെ പരമോന്നത ബോഡി സമത്വ മുഷാവറയാണ്. ആ മുഷാവറ എടുക്കുന്ന തീരുമാനം നടപ്പാക്കലാണ് CAC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ചുമതല. CAC മുകളിൽ സമത്വ ഉണ്ടല്ലോ, അത് സ്വാഭാവികമല്ലേ, സ്വതന്ത്രമല്ലല്ലോ. അവർ തന്നെ പറയുന്നത് സമത്വയുടെ കീഴിലുള്ളതാണ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ CACയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അറിയിച്ചത് ഇത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കുമെന്നാണ്. സാധാരണഗതിയിൽ കണിശവും കർശനവുമായിട്ടാണെങ്കിൽ അങ്ങനെയല്ലല്ലോ പറയുക. ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, നിങ്ങൾ ഇതുവരെ നടപ്പാക്കാത്തത് കൊണ്ട് എന്നല്ലേ പറയുക. സാവകാശം കൊടുത്തുകൊണ്ട് വീണ്ടും സമത്വം ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. കാരണം ഇതൊരു വലിയ സംവിധാനമാണ്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഭാരവാഹികളുണ്ട്, അധ്യാപകരുണ്ട്. അവരിൽ പലരും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സ്നേഹിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷവും. ഇപ്പോഴും അവർ കൂട്ടത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞ ഈ അധ്യാപകർ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഈ സംവിധാനത്തിന് വേണ്ടി സൗകര്യമൊരുക്കി കൊടുക്കുന്ന മാനേജ്മെന്റ്, അവിടുത്തെ വിദ്യാർത്ഥികൾ, ഇവരിൽ ബഹുഭൂരിപക്ഷവും സമത്വക്കാരല്ലേ. സമത്വക്കാരായതുകൊണ്ടല്ലേ അവർ ആ സ്ഥാപനത്തിൽ പോയി പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിച്ചുകൊണ്ടാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ക്ഷമ കാണിച്ചത്, ഈ സാവകാശം കാണിച്ചത്. അങ്ങനെ 8/6/2022 നേരത്തെ ചെയ്തത് എന്താണ്? നിങ്ങൾ ഈ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങളുമായി ബന്ധം വിച്ഛേദിക്കേണ്ടി വരും എന്ന സൂചന കത്ത് കൊടുത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ എടുക്കുന്ന മുഷാവറ തീരുമാനം എന്താണ്? CAC ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതിയും പെൺകുട്ടികൾ വിവാഹം നടത്തുന്നതിന്റെ പേരിൽ നടപടിയെടുത്തത് സംബന്ധിച്ചു സമത്വ മുഷാവറയുടെ തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം സമത്വക്ക് CACയുമായുള്ള സംഘടനാ ബന്ധം തുറന്നു പോകാൻ സാധിക്കില്ലെന്നും സമത്വയുടെ പേര് ഉപയോഗിക്കരുതെന്നും അറിയിച്ചു. ഇവിടെ എന്താ കുഴപ്പം? കാരണം സമത്വ നേരത്തെ കാര്യം പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ പ്രശ്നം അവസാനിച്ചു. അപ്പോൾ സമത്വയുടെ ഒരു നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സ്വാഭാവികമായും അങ്ങനെ തീരുമാനമെടുത്തു. കാരണം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് അവർക്ക് സമയത്ത് വിവാഹം വന്നാൽ അതിന്റെ ഇസ്ലാമിക വിധിയൊക്കെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് പലപ്പോഴും യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആലിമീങ്ങൾ മൊത്തം ചർച്ച ചെയ്യുമ്പോൾ അവർ അതൊരു ചർച്ചാ വിഷയമാക്കി ദീനിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ഗവേഷണത്തിനനുസരിച്ചല്ലല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് CACയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം അടുത്ത നടപടി എന്താണ്? നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി നോക്കൂ. അങ്ങനെ 8/6/2022 CACയുമായുള്ള സമസ്ത മുഷാവറ തീരുമാന പ്രകാരം CACക്ക് കത്ത് നൽകിയ ശേഷം CAC പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 30/6/2022 നൽകിയ കത്തിൽ സമത്വ നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഭരണഘടനാ ഭേദഗതിയും പെൺകുട്ടിയുടെ വിവാഹം സംബന്ധിച്ചും സമത്വ മുഷാവറയുടെ തീരുമാനം നടപ്പാക്കണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ അവർ അറിയിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാര്യം ഏറ്റെടുത്ത് ഈ വിവരം CAC അറിയിക്കുകയും മുഷാവർക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഉറപ്പുകൊടുക്കുകയും ചെയ്തു. ആ സംഗതി നടപ്പാക്കും. അതുകൊണ്ട് തന്നെ 4/7/2022 ജൂലൈ 4 ചേർന്ന മുഷാവറ എന്തു ചെയ്തു? അതിന്റെ തലേ മുഷാവറ എടുത്ത തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കണ്ടോ, നടപ്പാക്കേണ്ടതില്ല. സമത്വ എടുത്തൊരു തീരുമാനം നടപ്പാക്കേണ്ടതില്ല എന്നാ തീരുമാനിക്കുന്നത്. തീരുമാനം തിരുത്തുകയല്ല.
എടുത്ത തീരുമാനം നടപ്പാക്കണ്ട. എന്താ കാരണം? സമത്ത പറഞ്ഞ നിർദ്ദേശം പാലിക്കാൻ അവർ സജ്ജമാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും സമത്തയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഘട്ടം ഘട്ടമായി തീരുമാനം വെച്ച് അവസാനം ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാതിരുന്നപ്പോൾ 29/12/2022 വാഫി വഫിയ CAC പ്രസ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ കത്ത് വായിച്ചു. തങ്ങൾ മുഷാവർക്ക് കത്ത് കൊടുത്തു. എന്താണ് കത്ത്? വാഫി വഫിയ സംവിധാനം സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. സമത്ത എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി ഒരു എഴുത്ത് സമത്ത മുഷാവറക്ക് കൊടുത്തു. അവരെയും അറിയിച്ചു, ഈ തീരുമാനമായി യോജിപ്പില്ലാത്തവർ പ്രസ്തുത സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അങ്ങനെ ജനറൽ സെക്രട്ടറിയെ മാറ്റി നിർത്തി സമത്ത അപ്പോൾ തങ്ങളും മാറി നിൽക്കാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് സമത്ത ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല. ആലോചിച്ച് മുഷാവറ പലതവണ ഒരുമിച്ച് സിറ്റിംഗ് നടത്തി ഓരോ ഘട്ടത്തിലും എടുത്ത തീരുമാനം വളരെ വ്യക്തമായി രേഖാമൂലം അറിയിച്ച് മറുപടി കൃത്യമായി കിട്ടാത്തപ്പോൾ പിന്നെയും കാത്തിരുന്ന് ചില തീരുമാനമെടുത്തത് തങ്ങളുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യരുത് എന്ന് തീരുമാനിച്ച് ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ വേണ്ടി സാവകാശം ചെയ്ത പ്രവർത്തനങ്ങളാണ്. ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അവരെ നമ്മൾ അറിയിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അത് പൂർണ്ണമായി സ്വീകരിക്കേണ്ടവരാണ്. കാരണം സമത്ത എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശത്തിന് പോറലേൽക്കുന്ന ഘടകങ്ങളെയും ഘട്ടങ്ങളെയും സമത്ത നിരീക്ഷിക്കും. അതിനെക്കുറിച്ച് സമത്ത പഠിക്കും. സ്വാഭാവികമായും സമത്ത അതിനെക്കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി സമത്ത കൊണ്ടുവരുന്നുണ്ട്. സമത്ത കേരളത്തിൽ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തെ കുറിച്ച് സമത്തയുടെ എതിരാളികൾ പോലും പ്രശംസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. 100ാം വാർഷികത്തിലേക്ക് നടന്നെടുക്കുന്ന സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പ്രാമാണികതയും അതിന്റെ ജനാംഗീകാരവും ഒരു കാലത്തും തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിർഭരമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ കടമ, നമ്മൾ എന്തു ചെയ്യണം എന്നതിന്റെ മറുപടി നമ്മുടെ ഉസ്താദുമാർക്ക് കരുത്ത് പകരുക. മുഷാവറ എന്താണോ പറയുന്ന ആ കാര്യം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. നമ്മൾ അവരുടെ ഹാദിമീങ്ങളാണ്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് സമത്ത. മതരംഗത്തും ഭൗതിക രംഗത്തും ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സമത്ത ചെയ്തു തന്നിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ അതുപോലെ ദേശീയ തലത്തിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷയായി സമത്ത വളരുമ്പോ ആ വളർച്ചക്കൊപ്പം നിൽക്കാനും ഉസ്താദുമാർ അംഗീകരിച്ചുകൊണ്ട് ആ തീരുമാനങ്ങൾ നെഞ്ചേറ്റാനും നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ